നമസ്കാരം. FAQന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് FAQയിൽ നമ്മുടെ ഗസ്റ്റായി അതിഥിയായി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിന്റെ CGM ചീഫ് ജനറൽ മാനേജറായ സന്ധ്യ മഹാദേവനാണ്. നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ ജനതയുമായി ജീവിതവുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുള്ള ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ഹോസ്പിറ്റലാണ് PRS ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 തലമുറയോളം ഇവിടെ ചികിത്സ നേടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് CGM ആയിട്ടുള്ള സന്ധ്യ മഹാദേവനോട് തന്നെ ചോദിച്ച് അറിയാം. സ്വാഗതം മാഡം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തുകാർക്ക് അവരുടെ വീട്ടിലെ ഒരു അംഗം പോലെ അല്ലെങ്കിൽ വീട്ടിലെ ഒരു മെമ്പറെ പോലെ തന്നെയാണ് ഈ PRS ഹോസ്പിറ്റലിനെ എപ്പോഴും അവർ കണക്കാക്കിയിട്ടുള്ളത്. അവരുടെ ഈ ആരോഗ്യ സംബന്ധമായ ഏതൊരു അസുഖങ്ങൾക്കും ഓടിയെത്തുക, ഈ അയൽക്കാരന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് പോലെയാണ് അവർ PRS ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ 5 തലമുറയോളമായി ഇവിടെ ഇതുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് PRS തിരുവനന്തപുരത്തിന്റെ ഭാഗമാകുന്നത്? തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു വലിയ പാരമ്പര്യം PRSനുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് PRS തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്? At the outset, thank you for giving me this opportunity to talk to you and to Tattwamai. It's an honor. Thank you. PRS Hospital, ഞങ്ങളുടെ ഫൗണ്ടർ ശ്രീരത്നസ്വാമി അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിലായിരുന്നു. കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമായ ബിസിനസ്. തിരുവനന്തപുരത്ത് ആ കാലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു സാധാരണക്കാരന് താങ്കൾ പറഞ്ഞതുപോലെ ഏത് നിമിഷവും ഓടിയെത്താൻ പറ്റുന്ന, കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ആശുപത്രി, അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആശുപത്രി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് PRS ഹോസ്പിറ്റൽ. 1986 ഇത് രൂപകൽപ്പന ചെയ്തത്. അന്ന് തുടങ്ങുമ്പോൾ ഒരു ബിൽഡിംഗ് മാത്രം, 10 കിടക്ക, 2-3 ഡോക്ടേഴ്സ്, 2-3 ഡിപ്പാർട്ട്മെന്റ്സ്, ഇത്ര മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന 300ഓളം കിടത്തി ചികിത്സയ്ക്കുള്ള ബെഡുകളും 10-38 ഡിപ്പാർട്ട്മെന്റ്സും 180-ൽ പരം ഡോക്ടേഴ്സും ഇത്രയും വിസ്തൃതമായ ഒരു ആശുപത്രി സെറ്റപ്പ് ഒക്കെ ഉണ്ടായത് അതിനുശേഷമാണ്, ഈ വർഷങ്ങളിലാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷം, അഭിമാനം. ഇന്നിതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നടത്തുന്നത്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ R. മുരുകൻ, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഒപ്പം എക്സിക്യൂട്ടീവ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ MS തിരുവാര്യൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ R. ആനന്ദും, മറ്റ് ഡയറക്ടർമാർ, ഇവരെല്ലാവരും തന്നെ ഡെയിലി ബേസിസിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ തമിഴ്നാടുമായി ഇതിനൊരു ബന്ധം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം ഈ നമുക്കറിയാം പഴയ തിരുവിതാംകൂർ എന്ന് പറയുന്നത് തന്നെ കന്യാകുമാരി ജില്ല ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ടായിരിക്കാം, അതിന്റെ ഒരു സ്വാധീനമുള്ളത് കൊണ്ടായിരിക്കാം ഈ നാഗർകോവിൽ തെക്കൻ സൈഡിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇന്നും ട്രീറ്റ്മെന്റിനായി എത്തുന്ന കാര്യം. അവർക്ക് അന്ന് മുതലുള്ള ഒരു വിശ്വാസമാണ്, അതിന്നും അവർക്ക് കൈമോശം വന്നിട്ടില്ല, അവരിപ്പോഴും ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബന്ധം എങ്ങനെയാണ്? സന്തോഷം ഈ ചോദ്യം ചോദിച്ചതിൽ. കാരണം അത് വിട്ടുപോയെങ്കിൽ അതൊരു വലിയ തെറ്റായി പോയെന്ന് എൻ്റെ ഭാഗത്തേക്ക്. തിരുവനന്തപുരം ഇദ്ദേഹം ശ്രീ P. രത്നസ്വാമി ഞങ്ങളുടെ ഫൗണ്ടർ രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരം പ്രാന്തപ്രദേശങ്ങളും തമിഴ്നാട് കേരള ബോർഡറും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെയും ചികിത്സാ സൗകര്യങ്ങൾ അന്നില്ലായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഹോസ്പിറ്റലാണ്. നേരത്തെ തുടക്കത്തിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു 5 തലമുറകളുടെ കാര്യം പറയുന്നത്. ഇന്നും കുടുംബങ്ങളായിട്ട്, അതായത് വർഷങ്ങളോളം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരുപാട് കുടുംബങ്ങൾ തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ 5 തലമുറകളെ ചികിത്സിച്ച ഡോക്ടർമാർ ഇന്നും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നു. ആ ഒരു ബന്ധം തമിഴ് കൾച്ചറുമായിട്ടും ഒപ്പം മലയാളം, നമ്മുടെ മലയാളികളുമായിട്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലാണ് PRS ഹോസ്പിറ്റൽ. ഈ വലിയൊരു പരസ്യത്തിന്റെയും കോമ്പറ്റീഷന്റെയും ഒന്നും കാലത്തല്ല PRS വരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെയാണ്. ഇത് ആളുകൾ പറഞ്ഞറിഞ്ഞ് അവരുടെ വിശ്വാസം കണക്കിലെടുത്ത് മറ്റൊരാളോട് പറഞ്ഞ് അവരെ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ആഡുകളിൽ ഈ 5G പരാമർശം ഞാൻ കണ്ടു. അത് ഈ 5 ജനറേഷൻ എന്നുള്ളത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. അതായത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പുതിയ ടെക്നോളജി, എക്സ്പെർട്ടൈസ്, ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻറ്റോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് പഴമയായി കാണരുത്, അതിലൊരു പുതുമയുണ്ട്.
എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ, ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു അസറ്റാണ്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് പലരും 10-36 വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ പേഷ്യൻസ് പാരമ്പര്യമായിട്ട് ഇവിടെ വരുന്നവരാണ്. ഇതവർക്കൊരു വീടായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവർ നമ്മളോട് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, ഹോസ്പിറ്റൽ എങ്ങനെ പുരോഗമിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ല, ഈ 5G എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? കാര്യം ഈ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെയും 5 തലമുറ വന്നിട്ടുണ്ട്, രോഗികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരും പാരമ്പര്യമായി 5 തലമുറയോളം കടന്നു വരുന്നുണ്ട്. അതാണ് അതിൻ്റെതായ ശരിയായ ഉത്തരം. അതെ. ഇപ്പൊ ഇന്ന് ഈ 5 തലമുറ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PRSലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഒരാൾക്ക് കിട്ടുന്ന പരമാവധി ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്കിവിടെ ഉള്ളത്? സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന പോലെയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും എല്ലാ തരം ഫെസിലിറ്റീസും നമ്മുടെ ഇവിടെയും ഉണ്ട് എന്ന് പറയുന്നതിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ എന്താണ് USP എന്നുള്ളത് ഞാൻ പറയാം. തിരുവനന്തപുരത്തിലെ ഒരു മുൻനിര ആശുപത്രിയാണ് ഞങ്ങളുടേത്. അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കൈകോർത്തു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നു. നമ്മൾ ഞങ്ങൾക്ക് പുതുമയല്ല എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഒരു സാങ്കേതിക വിദ്യ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയൊരു എക്വിപ്മെൻറ്റ് വരുവാണെങ്കിൽ അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞങ്ങളായിരിക്കാം. മാറ്റങ്ങൾ എന്നും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയരഹസ്യം. ഞങ്ങൾക്ക് 40 വർഷമായി എന്ന പാരമ്പര്യം പറയുന്നത് മാത്രമല്ല, ഇന്ന് എന്താണ് ആവശ്യം സമൂഹത്തിന്, ഇന്ന് എന്താണ് ആവശ്യം നമ്മുടെ ആരോഗ്യരംഗത്തിന്, അത് നോക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂറോ നാവിഗേഷൻ സിസ്റ്റംസ്, എക്മോ, ലേസർ തെറാപ്പി, ഇതെല്ലാം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഒരു പക്ഷേ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഒന്നായിരിക്കാം. ഇത് ഇന്ന് തുടങ്ങിയതല്ല. അന്നത്തെ കാലത്ത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും തുടങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. ഒരു വിമുഖത കാട്ടിയിരുന്നു. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും എന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടാവാം. പക്ഷെ അന്നും ഞങ്ങളുടെ മാനേജ്മെൻറ്റ് മുൻകൈ എടുത്ത് തുടങ്ങിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ആ പാരമ്പര്യം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നു ഞങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ്, ക്വാളിറ്റി, കൾച്ചർ. 2002 ഞങ്ങൾ ആദ്യമായിട്ട് ISO ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അതേപോലെ 2014 NABH, പിന്നെ NABL, ഞങ്ങളുടെ ICU അക്രഡിറ്റഡ് ആണ്, ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അക്രഡിറ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് മാത്രമല്ല നമ്മൾ കാണുന്നത്, ഇത് നിലനിർത്തി കൊണ്ടുപോകുകയാണ്. ഒരു ദിവസത്തിൻ്റെ ഒരു ബ്രേക്ക് ഇല്ലാതെ ഞങ്ങളുടെ വർഷങ്ങളായിട്ട്. അതിനായിട്ട് ഒരുപാട് ശ്രമം വേണം. ആ സ്റ്റാൻഡേർഡ്സ് നിലനിർത്തണമെങ്കിൽ അത് ബൈ ചോയ്സ് ആണ് നമ്മൾ ഈ അക്രഡിറ്റേഷൻസിന് പോകുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് നിലനിർത്താനായിട്ട് ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിശ്രമിക്കുകയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് ബൈ ചോയ്സ്, സോ ദാറ്റ് വി ബിക്കം ബെറ്റർ. അത് ഞങ്ങളുടെ മറ്റൊരു USP ആയിട്ട് കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടേക്ക് കടന്നു വരുന്ന രോഗികൾക്ക് ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് മാത്രമല്ല രോഗികൾ നോക്കുന്നത്, അവർ വരുന്ന സ്ഥലത്തിന്റെ ഒരു സുരക്ഷിതത്വം അറിയാമല്ലോ. ഒരു വീട് പോലെ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ, പരിചരണം, ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോൾ നമുക്കിവിടെ കൊടുക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസ് എന്താണ്, ഇവിടുത്തെ ഒരു മാൻ പവർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ ലവ് ദിസ് ക്വസ്റ്റ്യൻ. കാരണം ഞാനൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, നോൺ മെഡിക്കൽ പേഴ്സൺ ആണ്. നോർമലി നമ്മളൊരു ആശുപത്രി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മാത്രമാണ് കാണുന്നത്. പക്ഷെ ഒരു ഫേസ് അവരാണ്. പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റൽ നടത്താനായിട്ട് ഒരു വലിയ വിഭാഗം സ്റ്റാഫ് ഇവരുടെ പുറകെ അതെ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആണ് PRS ഹോസ്പിറ്റലിൽ. അത് നമ്മുടെ ഗേറ്റിൽ കാണുന്ന സെക്യൂരിറ്റി തൊട്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർ തൊട്ട് ക്ലീനർ, അഡ്മിനിസ്ട്രേറ്റർ, എൻജിനീയേഴ്സ്, ആബ്സല്യൂട്ട്ലി ഫ്രണ്ട് ഓഫീസ്, ഇങ്ങനെ ഒരുപാട് പേര് ചേർന്ന ഒരു സ്ഥാപനമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്ട്രെങ്ത്തും അത് തന്നെയായിരിക്കാം. കോവിഡ് പോലെയുള്ള മഹാമാരി സമയത്ത് ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ദാറ്റ് വാസ് ഇൻവാല്യുബിൾ. വി റിയലൈസ്ഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഫീഡ്ബാക്കിൻ്റെ കാര്യം ചോദിച്ചുവല്ലോ.
പേഷ്യൻറ്റിൻ്റെ ഫീഡ്ബാക്ക് ആണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ആ ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ്. ഫോർ എക്സാമ്പിൾ, വി ഹാഡ് ദിസ് കസ്റ്റമർ മീറ്റ് വേർ പേഷ്യൻസ് 10-40 വയസ്സ് തൊട്ട് ഞങ്ങൾ PRS ഹോസ്പിറ്റലിൽ ഉണ്ട്. വി ഹാവ് പ്രെം ആൻഡ് പ്രോം. ദറ്റ് ഈസ് വി ഡു ദ പേഷ്യൻറ്റിൻ്റെ ഫീഡ്ബാക്ക്, ഔട്ട്കം നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, പേഷ്യൻ്റ് എക്സ്പീരിയൻസ് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാതെ വളരെ സട്ടിലായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ആക്ഷൻസ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻസ് പറയാറുണ്ട്, ഞങ്ങളുടെ ഓർമ്മ തൊട്ട് ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം മക്കളൊക്കെ ഫോറിനിലാണ്, നമ്മളെ നോക്കാൻ ആരുമില്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ നോക്കുന്നത്. അത് അവരുടെ റൈറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഹോം കെയർ തുടങ്ങിയത്. GDA എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്, ജെൻ ഡ്യൂട്ടി അസിസ്റ്റൻസ്. അതായത് വെൻ യു ആർ ഇൻ പേഷ്യൻറ്റ് ഹിയർ, വീട്ടിൽ മക്കൾക്ക് വന്ന് ഫുൾ ടൈം ഇരിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. സോ വി പ്രൊവൈഡ് ദം വിത്ത് സ്റ്റാഫ്. വി ഹാവ് PRS എൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഈവൻ വെൻ യു ആർ എൻ ഔട്ട് പേഷ്യൻ്റ് അറ്റ് ഹോസ്പിറ്റലിൽ കൂടെ വരും. അവസാനം വരെ ഒരു മകനോ മകളോ വരുന്നത് പോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മാതിരിയുള്ള സംവിധാനം ഇന്ന് PRS ഹോസ്പിറ്റലിലുണ്ട്. So all these are based on the feedback that we have got from patients. അപ്പോൾ ഇതൊരു interaction ആണ് between the management, staff and the patients. അത് PRS ഞങ്ങളുടെ ഒരു USP ആണ്. ടീം വർക്ക് ആണ്. ടീം വർക്ക് എന്ന് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. സോ ഐ ഡോണ്ട് നോ ഇഫ് യു കെൻ കോൾ ഇറ്റ് എ ടീം വർക്ക്. ഇറ്റ് ഇസ് റിയലി ലൈക്ക് എ ഫാമിലി. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് 18 വർഷമായി. ഇപ്പോൾ വിമൻസ് ഡേ ഒക്കെ വരുന്നതുകൊണ്ട് എടുത്ത് പറയാം, ബീങ് എ വുമൻ ഐ എം ഓൺ ദി ടോപ്പ് റാങ്ക് ഓഫ് ദി ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ചാർട്ട്. അപ്പം അതേപോലെ തന്നെ ഇവിടെ എംപവേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. 80% ഞങ്ങളുടെ സ്റ്റാഫ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ലേഡീസാണ്. ആൻഡ് ജസ്റ്റ് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതല്ല, ഡിസിഷൻ മേക്കിംഗ് എംപവേർഡ് ആയിട്ടുള്ള വിമനാണ്. കീ പൊസിഷൻസിൽ ഒരു ഗ്ലാസ് സീലിംഗ് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ മാനേജ്മെന്റിന്റെ ഒരു വലിയ ഒരു മനസ്സാണ്. where they let people grow. I joined the hospital as a senior manager. Today I am a CGM. So that itself speaks for what yes. I am talking about. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് തന്നെ അതിന്റെ ഒരു പ്രൂഫാണ്, അതിന്റെ ഒരു ടെസ്റ്റിമണിയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ രോഗികളുമായി നിരന്തരം ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഫലമായി ഇപ്പോൾ ഇതിന്റെ റിവ്യൂ ഉണ്ടല്ലോ. ഇപ്പം ഹോസ്പിറ്റൽ ഫീൽഡ് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ഒരു പോസ്റ്റ് ഹോസ്പിറ്റൽ കെയർ, അതുപോലെ കൃത്യമായി അവരുടെ റിവ്യൂ വിളിച്ച് ഓർമ്മിപ്പിക്കുക, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടോ? അതെ, ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊരു ടീമുണ്ട്, മെഡിക്കോ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ മെഡിസിൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്, അതിന് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നൊരു വിഭാഗമുണ്ട്. ഞാൻ ഈ ആരോഗ്യ മേഖലയിൽ കുറേയേറെ വർഷങ്ങളായിട്ട്, ഓൾമോസ്റ്റ് 25 to 30 years ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യത്യാസം മെയിനായിട്ട്, അന്നത്തെ കാലത്ത് വേറെ ഒരു പഠിത്തവും നമുക്ക് കയറി പറ്റാൻ പറ്റുന്നില്ല. ഒരു HR കിട്ടുന്നില്ല, ഒരു ബാങ്കിൽ ജോലി കിട്ടുന്നില്ല. എന്നാൽ പിന്നെ എവിടെയെങ്കിലും ജോലി ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വരുന്നവരായിരുന്നു കൂടുതൽ. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ they are fixed. They know that they want to work in a hospital. ആ ഒരു മോട്ടീവ് ഉണ്ട്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് ഒരു അഭിമാനമായി കാണുന്നു, അവരുടെ ഒരു പാഷനും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന കുട്ടികൾ, നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കാണുന്നുണ്ട്, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പോൾ പാഷനറ്റ് ആണ് ഒരു ഫീൽഡിൽ. അപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് വിശ്വാസം ഞങ്ങൾ വെക്കുന്നുണ്ട്. When we do an interview, for example, that's what we look at, because the rest of it is trainable. എല്ലാവരും ക്വാളിഫൈഡ് ആയിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്. We do all the basic checks and all of that is there. പക്ഷെ അതിനെ ഉപരി നമ്മൾ നോക്കുന്നത്, are you interested? Do you have a passion to work ഈ ഫീൽഡിൽ? അങ്ങനെ ഒരുപാട് ഹോപ്പ് ഉണ്ട്, ഒരുപാട് നമ്മൾ പ്രതീക്ഷ ഉണ്ട്. ഈ ഹോസ്പിറ്റൽ നമ്മൾ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഫ്രഷ് ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ മാഡം പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പലരും ഈ രംഗത്തോട്ട് കടന്നു വരാത്തത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് PRS ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ഇതിനകത്ത് കൺസ്ട്രെയിൻസ് ആയിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാര്യം ഒന്ന്, ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നതാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ്. അങ്ങനെ വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി സിസ്റ്റം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി PRSന്റേതായ ശൈലികൾ എന്തൊക്കെയാണ്? ഐ തിങ്ക് ഈ ഒരു ഏരിയയില് a lot of credit goes to our chairman and managing director, Sri R. Murugan. He's basically an engineer. He's not a medical person.
പക്ഷേ ഐ റിമെമ്പർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് മൈ കരിയർ ഏതോ ഒരു സമയത്ത് കുറച്ചൊരു ഡിപ്രഷൻ, ഒരു വിഷമം ഉണ്ടായപ്പോൾ ഐ വെന്റ് ആൻഡ് ടോൾഡ് ഹിം, വിൽ ഐ ബി ഏബിൾ ടു ഡു ദിസ് സർ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ വാസ്, you look at IAS officers, they are not medical persons, but they manage the entire health sector of the city, don't they? എന്ന് ചോദിച്ചു. And he said, I'm not a medical person, I run this hospital. അപ്പോൾ that is the kind of motivation that I got. Challenges ഉണ്ടാവും, ഏതൊരു ഫീൽഡിലും challenges ഉണ്ടാവും, മെഡിക്കൽ ഫീൽഡിൽ കൂടുതലാണ് തീർച്ചയായിട്ടും. But then there is nothing that we cannot overcome. ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് തുടക്കത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. We now have a system for everything. We have a process for everything. So it is not an individual based, ഒരു പൊസിഷൻ ബേസ്ഡ് അല്ല. CGM എന്ന് പറയുന്ന സന്ധ്യയെ ബേസ് ചെയ്തോ വേറൊരാളെ ബേസ് ചെയ്തോ അല്ല ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആരില്ലെങ്കിലും ആശുപത്രി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് ഹോസ്പിറ്റലുണ്ട്, പ്രോസസ് ഉണ്ട്. ആ സിസ്റ്റം ആൻഡ് പ്രോസസ് ഇസ് ലേഡ് ഡൗൺ ഓൾസോ. Everything is documented. So tomorrow you join this hospital and you take up my chair, it'll be easy for you because everything is written down in black and white. You just need to follow it. അപ്പോൾ അങ്ങനെ ഒരു നിരന്തരമായിട്ട് ഞങ്ങൾക്കൊരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഇംപ്രൂവ്മെൻറ്റും ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റാൻഡർഡൈസേഷൻസ് ചെയ്യുന്നുണ്ട്, വാലിഡേഷൻസ് ചെയ്യുന്നുണ്ട്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ട്. It's a constant learning process where you learn what is happening around you. You try to imbibe the goodness in others. മറ്റ് ഹോസ്പിറ്റൽസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അവരിൽ നിന്നും, അങ്ങനെ മുന്നോട്ട് പോകുന്നു. സോ ചാലഞ്ചസ് വിൽ ബി ദേർ. ഒരു ചാലഞ്ച് തീരുമ്പോൾ അടുത്തൊരു ചാലഞ്ച് വരും അല്ലേ? അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വി കനോട്ട് റിലാക്സ്. സംതിങ് ന്യൂ വിൽ കം. ബട്ട് ഡു വി ഹാവ് ദി എനർജി, ഡു വി ഹാവ് ദി ഇൻട്രസ്റ്റ് ടു ഫേസ് ചാലഞ്ചസ്? അതാണ് നോക്കേണ്ടത്. ആൻഡ് ദാറ്റ് വി ഹാവ് in plenty. PRS സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർക്ക് അവർക്കറിയാം നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്താണ്. അല്ലാതെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന ജനറലി ഒരു സംശയമാണ് പോകുന്ന ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഫെസിലിറ്റി. പലപ്പോഴും എല്ലാവർക്കും ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതാണ്. കാര്യം എല്ലാവർക്കും മുറ്റത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയാൽ അത്രയും സൗകര്യം എന്ന് വിചാരിക്കുന്നവരാണ്. ഈ ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ പലപ്പോഴും അതിന് സാധ്യമല്ലാതെയും വരും. നമുക്ക് PRS എത്തുമ്പോൾ അത്തരം ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ചാനൽ വന്നപ്പോൾ പാർക്കിംഗ് തന്നായിരുന്നു. താങ്ക് യു. നമ്മൾ ഈ പ്രോബ്ലം നമുക്ക് നമ്മൾ നല്ലോണം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ആൻഡ് വി ആർ ഓൺ ദ NH-ന്റെ അരികിലാണ്. So there is no hospital which is right in the center of the city with so much of land and space. എന്നിരുന്നിട്ട് പോലും പാർക്കിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ്. As I told you, 1,500 OP per day ഉണ്ട്, 300+ IP ഉണ്ടാവും. സ്റ്റാഫ് തന്നെ ഞങ്ങൾ 10,500 കൂടുതലുണ്ട്, പിന്നെ ബൈസ്റ്റാൻഡേഴ്സ്. അങ്ങനെ വരുമ്പോൾ വി ഹാവ് എ ഹ്യൂജ് ഫുട്ഫോൾ. ഞങ്ങളിത് തരണം ചെയ്തത്, വി ഹാവ് multi-level car parking today. ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി വി ഹാവ് about 4 to 5 multi-level car parks, and in the next 2 years we will have 2 more. Next 2 years alla, maybe in a year's time we will have 2 more. So we look for solutions. Ground parking is not possible. Yes. So what is the alternative? So as I said, we have never felt ഒരു constraint ആണ്, ഇത് പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. What do we do? How do we solve this? അങ്ങനെ ട്രിവാൻഡ്രത്ത് multi-level car parking ആദ്യമായിട്ട് കൊണ്ടുവന്നത് സൗത്ത് കേരളയിൽ തന്നെ ഞങ്ങളായിരുന്നു. We started off with just 1 MLCP and we've landed up with so many. അതും free of cost. Absolutely free of cost. We don't charge anything. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു തുടക്കത്തിൽ തന്നെ, that we should not charge our patients for the parking facility. So we've solved it in our own way and we're happy about that. അപ്പോൾ ഈ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്തുള്ള ആർക്കെങ്കിലും PRS-ലോട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് കടന്നു വരണം, അവർക്ക് എങ്ങനെയാണ് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുക? ത്രൂ ഫോൺ ഓർ ത്രൂ വെബ്സൈറ്റ്? എന്താണ് അതിന്റെ ഒരു എളുപ്പമാണ്? മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട് for everything. If you want to lodge a complaint, there are different ways you can lodge a complaint. You want an appointment, there are different ways you can take an appointment. Email ചെയ്യാം, you can ഞങ്ങൾക്ക് ആപ്പ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് PROയുടെ നമ്പർ വി ആർ in all our അതെ ഞങ്ങളുടെ പ്രിന്റ് മീഡിയ ആയാലും ഏതായാലും ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ് പീപ്പിൾ നോ ദേ ഹാവ് ആക്സസ് ടു ഫോൺ നമ്പേഴ്സ്. ഞങ്ങളുടെ റിസപ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. സോ ദർ ആർ
MSWസിൻ്റെ കോൺടാക്റ്റ് ഉണ്ട്, സർജറി കോർഡിനേറ്ററിൻ്റെ കോൺടാക്റ്റ് ഉണ്ട്. So there are n number of ways by which you can get an appointment. ഈ സ്പെഷ്യലിസ്റ്റുകളുടെ എല്ലാം അപ്പോയിന്റ്മെന്റ് ഈ രീതിയിൽ എടുക്കാവുന്നതാണോ? അതെ, നമുക്ക് ആക്ച്വലി ആപ്പ് വഴി എടുക്കുന്നതാണ് പുതിയ ജനറേഷൻസ് കുട്ടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പലർക്കും ആപ്പും മറ്റൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. ഇന്നും ട്രഡീഷണൽ ആയിട്ട് ഫോൺ വിളിച്ച് ഞങ്ങളെയൊക്കെ പേര് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പറ്റുമോ അതിനെയൊക്കെ നമ്മൾ വി ഗിവ് ദം മോർ ഓപ്ഷൻസ് ചെയ്യാനായിട്ട്. പിന്നെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സർജറിക്ക് വരുന്നൊരു പേഷ്യൻ്റ് ആകുമ്പോൾ ഒരു സർജറി കോർഡിനേറ്റർ ഞങ്ങൾ അസൈൻ ചെയ്യാറുണ്ട്. സോ ദാറ്റ് you have somebody to assist you, somebody to guide you all through. ഇന്നിപ്പോൾ ആർക്കും സമയമില്ല. അപ്പോൾ ലെങ്ത് ഓഫ് സ്റ്റേ ഫോർ എക്സാമ്പിൾ 4-5 ദിവസം ആശുപത്രിയിൽ കിടക്കാൻ ആർക്കും താല്പര്യമില്ല. സോ we've moved with times. In fact, I felt that we are quite ahead of times also. For example, നേരത്തെയൊക്കെ varicose veins-ന്റെ ട്രീറ്റ്മെൻറ്റ് അത് വരുമ്പോഴത്തേക്ക് 4 ദിവസമൊക്കെ കിടത്തി ചികിത്സ ചെയ്തിട്ടുള്ള ഒരു ആശുപത്രിയാണ് ഞങ്ങളുടേതും. പക്ഷെ ഇപ്പോൾ യു കം ഇൻ ദ മോർണിംഗ്, ഇറ്റ്സ് എൻ OP പ്രൊസീജിയർ, ബൈ ഈവനിങ് യു ഗോ ഹോം. സോ വി ഡു ദാറ്റ്, അങ്ങനത്തെ ഫെസിലിറ്റീസ് ആണ്. വെനസീൽ അതുപോലത്തെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ലേസർ. സോ ഇറ്റ് ഷോർട്ടൻസ് യുവർ സ്പെൽ ഇൻ ദ ഹോസ്പിറ്റൽ, യുവർ സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. സോ ഏബിൾ ടു ഗോ ഹോം ഫാസ്റ്റർ. അതിനായിട്ട് ഞങ്ങളുടെ വി മേക്ക് ഷുവർ ദറ്റ് വി ആർ upgraded, we remain in tune with what is happening around us technology wise and other ways. ഞാൻ തുടക്കത്തിൽ ചോദിച്ചു നമ്മുടെ ഫെസിലിറ്റീസിനെ കുറിച്ച് ജനറൽ ആയിട്ട് ചോദിച്ചു, വളരെ വേഗമായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അതിനുശേഷം അതൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് ചോദിക്കുകയാണ്, നമ്മളൊരു സ്ട്രെങ്ത് നൽകുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടുത്തെ ഏതൊക്കെയാണ്? ശരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന നമുക്ക് നമ്മുടെ സ്പെഷ്യലൈസേഷൻസ് ഉള്ള PRSന്റേതായ ഒരു സ്പെഷ്യലൈസേഷൻസ്. ഈ ഒരു ചോദ്യം ഒരു 10 വർഷം മുന്നേ എനിക്ക് എളുപ്പമായിരിക്കും, 1-2 ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേര് മാത്രം പറഞ്ഞു പോകാമായിരുന്നു. ഇന്നിപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഈക്വൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട്. അല്ല, നമ്മൾ പൊതുവെ ആളുകളുടെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ട്, ഇപ്പൊ ഓർത്തോയ്ക്ക് ആണെങ്കിൽ ഇന്ന ഹോസ്പിറ്റൽ, കാർഡിയക്ക് ആണെങ്കിൽ ഇന്ന ഹോസ്പിറ്റൽ. അപ്പൊ അതുപോലെ അങ്ങനെ ഈ മാഡം പറഞ്ഞതുപോലെ ഒരു 10 വർഷം മുന്നേ ആണെങ്കിൽ അങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല. ഇന്ന് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഇപ്പൊ താങ്കൾ ചോദിക്കുമ്പോൾ ഐ വാസ് തിങ്കിങ് ഇസ് ദർ എ ഫ്ലാഗ്ഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. വി ഹാവ് കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോസർജറി, എല്ലാം തന്നെയുണ്ട്, നെഫ്രോളജി, യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്. പക്ഷേ നേരത്തെ ENT ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ലാറിംഗോളജി കൊണ്ടുവന്നു. ഇപ്പോൾ സിയലോളജി ഉണ്ട്. ഫ്രോം എ ബ്രോഡ് സ്പെഷ്യൽറ്റി സർവീസസ് വന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് വന്നു. ഇപ്പോൾ അതിനു മുകളിലുള്ള ഇതാണ്. അപ്പോൾ ലുക്ക് അറ്റ് ദ വേ വി ഹാവ് ഗ്രോൺ. സോ ഇറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യലൈസേഷൻ. ENT ഡോക്ടർ ഉണ്ട്, ലാറിംഗോളജി ആണെങ്കിൽ ലാറിംഗോളജിസ്റ്റിനോട് പോകും, സലൈവറി ഗ്ലാൻസിനാണെങ്കിൽ സിയോളജിസ്റ്റിൻ്റെ അടുത്ത് യു ക്യാൻ ഗോ ടു. അപ്പോൾ ആ ഒരു ഇതിലോട്ടാണ് ഹോസ്പിറ്റൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ സ്റ്റാൻഡ് ലോൺ ഡിപ്പാർട്ട്മെന്റ് ഓർ സ്റ്റാൻഡ് ലോൺ യൂണിറ്റ്, ഇറ്റ് ഈസ് ദി ടോട്ടാലിറ്റി, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ദാറ്റ് വി ഹാവ്. അതുപോലെ തന്നെ ഓങ്കോളജി, നമ്മൾ ഇപ്പം തിരുവനന്തപുരത്ത് RCC കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള ഓങ്കോളജി, അത് ഒരുപക്ഷെ അടുത്ത 10 വർഷത്തിനകം RCCക്ക് അപ്പുറം പോയേക്കാം നമ്മുടെ ഫെസിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു. ഇൻ വ്യൂ ഓഫ് ദി ഇൻക്രീസിങ് നമ്പർ ഓഫ് ഓൺകോ കേസസ്, ഞങ്ങൾക്കായിട്ടൊരു നല്ല ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത്. We acquired land and we will be starting on the construction work very shortly. Very shortly എന്ന് പറഞ്ഞാൽ maybe in a week's time. That will be ഒരു pride ഞങ്ങളുടെ. Not because we will be high tech in terms of equipments, that we will be without a doubt. പക്ഷേ it will be a platform where even the middle class can come and approach us. സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാവും. അത് ഓൾറെഡി ഞങ്ങളുടെ പ്ലാനിലുള്ളത് കൊണ്ട് വി ആർ വെരി പ്ലാൻഡ് ഇൻ ഓൾ ദറ്റ് വി ഡു. വി ഡോണ്ട് ഡു എനിത്തിങ് വിതൗട്ട് പ്ലാനിങ്, വിതൗട്ട് ആഡിക്വേറ്റ് സ്റ്റഡി ഓഫ് വാട്ട് വി ഡൂയിങ്. ഇപ്പോൾ ഒരു 2 വർഷം മുന്നേ തന്നെ ഞങ്ങൾ ഓൺകോളജി ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് വി ആർ ക്വൈറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. വി ഹാവ് ഗുഡ് ഡോക്ടേഴ്സ്, വി ഹാവ് എ ട്യൂമർ ബോർഡ് വിച്ച് ഈസ് ഡൂയിങ് വെരി വെൽ. അങ്ങനെ വരുമ്പോൾ വി ആർ ട്യൂൺഡ് നൗ to get into full-time oncology and onco services. We have good onco surgeons with us. Very shortly you will see us അതിലും ഒരു മികവ്
ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഓക്കെ. ഈ കാലത്തിന് അനുസരിച്ച് മാറുക എന്നുള്ള നമ്മളൊരു സിദ്ധാന്തമുണ്ടല്ലോ. അതിനനുസരിച്ച് ഇപ്പോ നമുക്കറിയാം എഐയുടെ കാലമാണ്, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് പോകുന്ന കാലമാണ്. എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇതുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? We already have brought in AI. We have an AI assisted ultrasound. അപ്പോൾ പല കാര്യങ്ങളും ഞങ്ങളുടെ മാനേജ്മെന്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് ദി ഹെൽത്ത് കെയറിൻ്റെ സെക്ടർ വിൽ ബി ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ AI. Not just healthcare, anything. So even right from the front office to what you said, ഒരു chat bot വെച്ചിട്ട് appointment എടുക്കുന്നത് തൊട്ട് എല്ലാം AI assisted ആയി കഴിഞ്ഞു. So we've already started. We are on the path already. നമ്മൾ റോബോട്ടിക്സിന് we are very shortly we will be going into that as well. So AI is very much in our blood now. Whatever we think, whatever we do, AI is always there in the back of the mind. But then it's careful ആയിട്ട് ട്രെഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. It will be a good balance. The human touch ഒരിക്കലും പോകത്തില്ല PRS hospital, because that is our fort. The way we interact, the way the human touch that we have. Care എന്ന് പറയുന്നത് റോബോട്ട് കൊണ്ട് മാത്രം പറ്റില്ലല്ലോ. ഞങ്ങളുടെ മോട്ടോ ശ്രദ്ധിച്ചിട്ടില്ലേ? Care like only a mother can give. So that is ആ മോട്ടോ മാറില്ല. It is not care like only an AI can give. That is not correct. Okay. So AI will help us to care better. Okay. Yeah. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി അവാർഡ്സ് കാണുന്നുണ്ട് ഹോസ്പിറ്റൽസ് കിട്ടിയ. ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല നമുക്കറിയാം. എങ്ങനെയാണ് ഹോസ്പിറ്റലിന് ഇത്തരത്തിലൊരു അച്ചീവ്മെന്റ്സ് വരുന്നത്? ആക്ച്വലി ഒരു സർട്ടിഫിക്കേഷൻ ഉപരി അതാണ് ട്രൂത്ത്. We do whatever we do other പേഷ്യൻറ്റിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റും ബെറ്റർ ഔട്ട്കമ്മിന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധമുണ്ട്. പിന്നെ അവാർഡ് കിട്ടുമ്പോൾ അതൊരു എൻകറേജ്മെൻ്റ് ആണ്. That and it's a third party assurance that we are doing well എന്നുള്ളത്. So it is definitely a motivation. ഒരുപാട് അവാർഡ്സും റെക്കഗ്നിഷൻസും കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുള്ളത് NEBH, NEBL, ലാബും ഹോസ്പിറ്റലും ഒക്കെ അക്രഡിറ്റഡ് ആണ്. അതേപോലെ തന്നെ ICU അക്രഡിറ്റഡ് ആണ് ബൈ ദ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ. ആൻഡ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അക്രഡിറ്റഡ് ആണ് സൊസൈറ്റി ഫോർ എമർജൻസി മെഡിസിൻ ഇന്ത്യയുടെ. 8 വർഷം ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നമുക്ക് കിട്ടിയിരുന്നു. ബ്ലഡ് ബാങ്കിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ യൂണിറ്റ്സിനും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയും തുടർന്നും അങ്ങോട്ട് ഞങ്ങൾ തേർഡ് പാർട്ടി ഓഡിറ്റ്സിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യും. അത് നമ്മൾ ബൈ ചോയ്സ് പോകുന്നതാണ്. സംബഡി എൽസ് ഷുഡ് ഇവാലുവേറ്റ് അസ്. നമ്മൾ തന്നെ നമ്മൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ വി നീഡ് സംബഡി ഫ്രം ഔട്ട്സൈഡ് ടു കം ആൻഡ് ടെൽ us that you are on the right track. You do this will make you better. ആ ഒരു ഇതിലാണ്. നേരത്തെയും പറഞ്ഞു ടൈംലി അപ്ഡേഷൻസ് നടത്തി പോവുകയാണെന്നുള്ളത്. ഇനി ഒരു പെട്ടെന്ന് നടത്തുന്ന അഡീഷൻസ് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സമയത്ത്? ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്ലാൻഡ് ആണ്. ഞങ്ങൾ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ വി have acquired some land. അതുകൊണ്ട് ഞങ്ങളുടെ എക്സ്പാൻഷൻ ഇൻ ടേംസ് ഓഫ് എ ബിൽഡിംഗ്. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. കാര്യം ഈ ഒരു ഹോസ്പിറ്റൽ ഒരിടത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 5 വർഷത്തിനകം തന്നെ അവർ മറ്റ് ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷെ PRS ഇന്നും തിരുവനന്തപുരത്തിന്റെ സ്വന്തമായി നിൽക്കുകയാണ്. അതെ അതെ അതെ. ഞങ്ങളുടെ പേഷ്യൻസ് താങ്കളെ പോലെ തന്നെ ചോദിക്കാറുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ നിന്നും ബോർഡറിൽ നിന്നും ഒരുപാട് പേഷ്യൻസ് വരാറുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നതാണ് ഞങ്ങൾ വി ഹാവ് ടു ട്രാവൽ സോ മച്ച് ആൻഡ് കം ഓവർ, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ഒരു സാറ്റലൈറ്റ് യൂണിറ്റ് അവിടെ? വെരി ഷോർട്ട്ലി വി വിൽ ബി ഡൂയിങ് ദാറ്റ്. അത് അധികം വൈകത്തില്ല. തമിഴ്നാട്ടിൽ മാത്രമാണോ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയുള്ള കാലങ്ങളിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റും. ബിക്കോസ് വി ഹാവ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഒരു ബാക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ഹ്യൂമൻ റിസോഴ്സസ് വളരെ ഇൻവാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആണ്, ഒരു അസറ്റ് ആണ്. ഡോക്ടേഴ്സ് ആർ വില്ലിങ് ടു എക്സ്പാൻഡ് ദിസ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളത് വരും കാലങ്ങളിൽ ഉടനെ തന്നെ ഉണ്ടാവാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് വരും തലമുറകൾക്ക് നൽകണം, പകർന്നു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാഡമിക്സിൽ പ്രവേശിക്കുകയും വളരെ സ്ട്രോങ് പ്രസൻസ് ആണ് ഇന്ന് ഞങ്ങളുടെ ഉള്ളത്. ഞങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരു സെൻറ്ററായി മാറിക്കഴിഞ്ഞു. DNB DRNB കോഴ്സസ് ഒരുപാട്, ഇറ്റ്സ് ഇക്വലന്റ് ടു MD. നല്ല ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിലുണ്ട്. കാർഡിയോളജി, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, അനസ്തേഷ്യ, ഇതിലെല്ലാം തന്നെ റേഡിയോളജി, ഇതിലെല്ലാം തന്നെ PG സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഒപ്പം തന്നെ നഴ്സിംഗ് കോളേജ് ഉണ്ട്, DDT പോലെയുള്ള പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട് വിച്ച് ആർ കമ്മിങ് അണ്ടർ ദ കേരള യൂണിവേഴ്സിറ്റി.
അക്കഡമിക്സിൽ ഇനിയും ഞങ്ങളുടെ സ്ട്രോങ് പ്രസൻസ് ഉണ്ടാവും. That is the way to move forward, where we can impart what we have learned over the years to others as well. That's our way of giving back to the community. അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഫ്യൂച്ചറിൽ. ഒരാൾക്കൊരു അസുഖം വന്നു കഴിയുമ്പോൾ പലരും അതോടുകൂടി ഫെഡപ്പ് ആയിട്ടാണ് ഹോസ്പിറ്റൽസിലേക്ക് വരുന്നത്. കാര്യം അവർക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്യും. PRSലേക്ക് കടന്നു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഫാമിലി ഓറിയന്റഡ് കെയർ ആണ് കിട്ടുന്നത്. എവിടേക്ക് കടന്നു വരുന്ന പേഷ്യൻസിനോട് എന്താണ് മാഡത്തിന് അവസാനമായിട്ടൊരു മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്? This is home. We are always there for you. എന്തുണ്ടെങ്കിലും പറയൂ, നമ്മളോട് പറയൂ. We are there with you. Let's be together. അതാണ് ഞങ്ങളുടെ പറയാനുള്ളത്. ഓക്കെ, FAQന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി പൂർണ്ണമാവുകയാണ്. ഇന്ന് FAQന്റെ ഈ എപ്പിസോഡിൽ തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇവിടെ ലഭിക്കുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായി നമ്മളോടൊപ്പം സംസാരിച്ചത് ഹോസ്പിറ്റലിന്റെ CGM ആയിട്ടുള്ള സന്ധ്യ മഹാദേവനാണ്. താങ്ക് യു മാഡം. Thank you. Pleasure talking to you. Thank you.